ദൈവത്തിൻ്റെ ശബ്ദം എങ്ങനെ കേൾക്കാം? യോഹന്നാൻ 10:27. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവരെ അറിയുന്നു, അവർ എന്നെ അനുഗമിക്കുന്നു. ദൈവം ഇന്നും സംസാരിക്കുന്നു. ഒരിടയൻ തൻ്റെ ആടുകളോട് സംസാരിക്കുന്നത് പോലെ അവൻ നമ്മിൽ ഓരോരുത്തരോടും പേര് പറഞ്ഞു വിളിക്കുന്നു. പ്രശ്നം ദൈവം മിണ്ടുന്നില്ല എന്നതല്ല, പലപ്പോഴും നമ്മൾ കേൾക്കാൻ വളരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നതാണ്. 1. ദൈവം സംസാരിക്കുന്ന വഴികൾ. വേദപുസ്തകത്തിലൂടെ. അവൻ്റെ എഴുത്തുപരമായ വചനം തന്നെയാണ് അവൻ്റെ ശബ്ദം. വിശുദ്ധാത്മാവിലൂടെ. മനസ്സിൽ ലഭിക്കുന്ന ശാന്തമായ പ്രേരണകൾ, മുന്നറിയിപ്പുകൾ, വഴികാട്ടൽ. സാഹചര്യങ്ങളിലൂടെ. അവൻ വാതിലുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്ത് നമ്മെ നയിക്കുന്നു. ജ്ഞാനമുള്ള ഉപദേശത്തിലൂടെ. പരിണിത വിശ്വാസികളിലൂടെ ദൈവം തൻ്റെ ഇഷ്ടം സ്ഥിരീകരിക്കുന്നു. 2. ഉദാഹരണങ്ങൾ. വേദപുസ്തകത്തിൽ നിന്ന്. ബാല്യത്തിൽ ശമൂവേലിനോട് ദൈവം രാത്രിയിൽ പേരു പറഞ്ഞു വിളിച്ചു. വ്യക്തിപരമായി. ആവശ്യമായ സമയത്ത് വേദവാക്യം അല്ലെങ്കിൽ ദൈവഭക്തനായ ഒരാളുടെ വാക്ക് വ്യക്തത നൽകിയത്. 3. കേൾക്കാൻ തയ്യാറാവേണ്ട ചുവടുകൾ. നിശബ്ദത സമയം. ഫോണോ ശബ്ദമോ ഇല്ലാതെ കുറച്ച് നിമിഷങ്ങൾ വേർതിരിക്കുക. പ്രാർത്ഥന. ദൈവത്തോട് സംസാരിക്കുക, പിന്നെ കേൾക്കാൻ സമയം അനുവദിക്കുക. വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങൾ മാറ്റുക. അവൻ്റെ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശബ്ദമാകാൻ ഇടവരുത്തുക. ഇന്നത്തെ വെല്ലുവിളി. ഇന്ന് ദൈവത്തോട് ഒരു ചോദ്യം ചോദിക്കുക, പിന്നെ അവൻ്റെ മറുപടി വേദപുസ്തകത്തിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ ദൈവഭക്തരായ ആളുകളുമായുള്ള സംഭാഷണത്തിലൂടെയോ ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.